കുറച്ച് കഴിഞ്ഞ ആഴ്ച ഇച്ചിരി ഫോമിലാണ് ആൾ, അതുകൊണ്ടാണ്. ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാം മെമ്പറാനാണ്. ചെന്നൈ പ്രൊമോഷൻസിനൊക്കെ ഞങ്ങൾ ഇതുവരെ കാണാത്ത ലാലേട്ടൻ്റെ ഒരുപാട് മൂമെന്റ്സുകൾ ഞങ്ങൾക്ക് കാണാനിടയായി. ശരിക്കും ഈ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതും രാജേട്ടൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ശരിക്കും. ഇല്ല, അങ്ങനെയൊന്നുമില്ല ആക്ച്വലി. അത് ലാലേട്ടൻ കുറച്ച് കഴിഞ്ഞ ആഴ്ച ഇച്ചിരി ഫോമിലാണ് ആൾ, അതുകൊണ്ടാണ്. അല്ല, നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ എടുത്തു കഴിഞ്ഞ് ഞങ്ങളെല്ലാം എൻ്റെ മനസ്സിലൊരു പെർഫെക്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്ലാൻ ഞങ്ങൾക്ക് കൃത്യം ഒരു ഡേറ്റിന് എന്ത് സംഭവിക്കണം. ഇപ്പൊ ഞങ്ങളുടെ ഒരു ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഫെബ്രുവരി 26-നാണ് ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ കഴിഞ്ഞത്. അപ്പൊ അന്ന് ഫെബ്രുവരി 26 കഴിഞ്ഞാൽ 27 എന്ത് സംഭവിക്കണം, 28 എന്ത് റിലീസ് ചെയ്യുന്നു, അങ്ങനെ കൃത്യം ഒരു പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ പ്ലാനിന് വേണ്ട എല്ലാ ക്രിയേറ്റീവ്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി അങ്ങനെ ഞാൻ അങ്ങനെ സിനിമയെ സമീപിക്കുന്ന, അങ്ങനെ സിനിമ ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, പല കാര്യങ്ങൾ കൊണ്ടും ചെയ്യാൻ കഴിയാതെ വന്ന് പിന്നീട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കംപ്രസ് ചെയ്ത് ചെറിയ സമയത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഭയങ്കരമായ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ആസ് എ ടീം. കാരണം ഒരു ക്രൈസിസ് വളരെ പെട്ടെന്ന് അതിജീവിച്ച് നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒരു റിലീസ് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ സാധിക്കും. താങ്ക്സ് ടു ആന്റണി പെരുമ്പാവൂർ, താങ്ക്സ് ടു ഗോകുലം ഗോപാലൻ, താങ്ക്സ് ടു ഓൾ അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അക്രോസ് ദ വേൾഡ്. ആ ഹാപ്പിനെസ് ആയിരിക്കും നിങ്ങൾ ഈ പ്രൊമോഷൻസിലൊക്കെ കണ്ടത്. അല്ലാതെ പ്രൊമോഷന് പോയിരിക്കുമ്പോൾ ഏത് ഇന്റർവ്യൂവിന് ഏത് കോമഡി പറയണം എന്ന് പ്ലാൻ ചെയ്തിട്ടല്ല നമ്മൾ പോയത്. അത് പിന്നെ നമ്മളെങ്ങനെ എൻജോയ് ചെയ്ത് വി ജസ്റ്റ് ഹാഡ് ഫൺ. പക്ഷെ ഈ പറയുന്ന പോലെ ഞങ്ങൾ പോയ എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ മീഡിയ അല്ലെങ്കിൽ അവിടുത്തെ മീഡിയ പേഴ്സണൽ വലിയ ആവേശത്തോടെ, വലിയ ഹാപ്പിനെസ്സോടു കൂടി, വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ സിനിമയുടെ ടീമിനെ സ്വീകരിച്ചത്. അപ്പൊ മേ ബി നമ്മളൊക്കെ വിചാരിച്ചതിനപ്പുറം ഒരുപക്ഷെ ഇതിന്റെ ഒന്നാം ഭാഗമായ ലൂസിഫറിന് റിലീസിന് ശേഷം ഈ കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അപ്പീൽ ഉണ്ടായിരുന്നിരിക്കാം. ഐ ഡോണ്ട് നോ. നമ്മൾ ഏത് സംസ്ഥാനത്തിൽ പോയാലും ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട്, അപ്പൊ ഞങ്ങൾ ഡൽഹിയിൽ പോയി. വി നെവർ എക്സ്പെക്ടഡ് അവിടുത്തെ മീഡിയ ലൂസിഫറിനെ കുറിച്ചൊക്കെ വളരെ ക്ലോസ്ലി അനലൈസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളത്. മേ ബി അതായിരിക്കാം കാരണം.